മക്രോണി എന്ന നോവൽ എഴുതിയ ജോസഫ് ആൻലോണുമായുള്ള അഭിമുഖത്തിലേക്ക്, അതിൻ്റെ 3-ാം സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ചർച്ച തുടരുമ്പോൾ ഈ നോവലിൻ്റെ 81-ാമത്തെ പേജിൽ ഉള്ള 1-2 സെൻറ്റൻസസ് വായിച്ച് അതിനെ ആസ്പദമാക്കി ഒരു ചോദ്യം ഉന്നയിക്കാനാണ് താല്പര്യപ്പെടുന്നത്. ജീവിതത്തിൽ പോരാട്ടവും പ്രണയവും കൈകോർത്തിരിക്കുന്നത് പോലെ ജീവന് തോന്നി. ഒരേ സമയം ജീവിതത്തെ പ്രണയിക്കുമ്പോഴും അത് പോരാട്ടമാകുന്നു. അനീതികളോടുള്ള പോരാട്ടമാണ് തൻ്റെ ജീവിതം. അനീതിയില്ലാത്ത ഒരു സമൂഹത്തിലെ ധീരമായ പ്രണയവും ജീവിതവും ഉണ്ടാകുകയുള്ളൂ. പക്ഷേ താൻ ഇവിടെ ഒറ്റയാണ്. ചിന്തകളുടെ ലോകത്തിൽ താൻ ഏകനാണ്. തനിക്കൊപ്പം ആരുമില്ല. ഈ സത്യം ആദ്യം തിരിച്ചറിഞ്ഞത് അപ്പൻ്റെ മരണത്തിന് ശേഷമാണ്. എൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചിരുന്ന അപ്പൻ ആ കൈവിട്ട് തനിയെ കടന്നു പോയപ്പോൾ. അപ്പോൾ ഇവിടെ ഒരു മനുഷ്യ യാഥാർത്ഥ്യത്തെ പ്രതിപാദിക്കുന്നുണ്ട്. അതായത് മനുഷ്യൻ മനുഷ്യനായി തീരുന്നത് അവൻ സുഖമായി ജീവിക്കുന്നത് കൊണ്ട് മാത്രമല്ല, പിന്നെയോ ആദർശങ്ങൾക്ക് വേണ്ടി ജീവിക്കുക, സാർവലൗകിക മൂല്യങ്ങളെ യാഥാർത്ഥ്യമാക്കുവാൻ അധ്വാനിക്കുക, അവയെ അപകടത്തിലാകുമ്പോൾ സംരക്ഷിക്കുവാൻ വേണ്ടി സാഹസികമായി ഇടപെടുക. അതിൻ്റെ പരിണിത ഫലമായി ഏവർക്കും നിശ്ചയമായി ലഭിക്കുന്ന പ്രതിഫലമാണ് ഒറ്റപ്പെടുത്തുക എന്നുള്ളത്. നന്മ ചെയ്യുന്നവർ, പ്രത്യേകിച്ച് സ്ഥാപിത താല്പര്യങ്ങൾക്ക് നഷ്ടം വരാൻ സാധ്യതയുള്ള വിധത്തിൽ നന്മയ്ക്ക് വേണ്ടി നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നവർ, അവരോട് ഈ കുത്തക മൂരാച്ചിമാർ എടുക്കുന്ന ആദ്യത്തെ അടവാണ് അവരെ ഒറ്റപ്പെടുത്തുക എന്നുള്ളത്. അതുകൊണ്ട് മടങ്ങിയില്ലെങ്കിൽ യേശുവിനോട് കാണിച്ച പണി അവരോട് ചെയ്യും, കൊന്നുകളയും. അങ്ങനെ അനേകം പേരെ ഭാരതത്തിൽ കൊന്നതായിട്ട് നമുക്കറിയാം. ഞാൻ അവരുടെ ഐഡൻറ്റിറ്റി ഒന്നും എടുത്തു പറഞ്ഞ് അതിൽ രാഷ്ട്രീയമായി ചുവ കൊണ്ടുവരാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് പിന്മാറുകയാണ്. അപ്പോൾ എനിക്ക് ഈ ഒരു പ്രതിഭാസം ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് കൊണ്ട് അതിനെപ്പറ്റി ഇതിൻ്റെ ഗ്രന്ഥകർത്താവ് എന്ന നിലയിൽ താങ്കളുടെ ഒരു ദർശനം എന്താണ്? ജീവിതം സംഘർഷമാകണമോ? ഇപ്പോൾ പ്രണയം തന്നെ സംഘർഷമാണെന്ന് പറയുന്നുണ്ട്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം അല്പം വ്യത്യസ്തമായൊരു കാഴ്ചപ്പാടാണ്. അതുകൊണ്ട് അതിലുള്ള സത്യം ഞാൻ തിരിച്ചറിയുന്നു. അതിനെപ്പറ്റിയും എന്തെങ്കിലും നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലാകത്തക്ക വിധത്തിൽ. മനുഷ്യനെന്ന ഒരു വലിയ പദവിയെ നമ്മൾ അംഗീകരിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്കൊരു മനുഷ്യനെ മാനിക്കുവാൻ നമുക്ക് പറ്റുന്നത്. പലപ്പോഴും മനുഷ്യനെ നമ്മൾ പലപ്പോഴും എതിരാളിയായിട്ടാണ് ഭൂരിപക്ഷം ആൾക്കാരും കാണുന്നത്. രാഷ്ട്രീയ എതിരാളിയായിരിക്കാം, അങ്ങനെ പല വിധത്തിൽ ബിസിനസ്സിലെ എതിരാളിയായിട്ടായിരിക്കാം മനുഷ്യൻ ഭൂരിപക്ഷം അങ്ങനെയാണ്. പക്ഷെ മനുഷ്യനെന്ന പദവി അതിമഹത്തായ ഒന്നാണ്. നമ്മൾ ആ പദവിയിലേക്ക് എത്തുന്നത് യഥാർത്ഥത്തിൽ ഇപ്പോഴുള്ള മൂല്യങ്ങളെയും എല്ലാം നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ആ പദവിയിലേക്ക് എത്തുന്നത് നൂറ്റാണ്ടുകൾ കൊണ്ടാണ്. അപ്പോൾ എങ്കിൽ പോലും നൂറ്റാണ്ടുകൾ കൊണ്ട് നമ്മൾ ആർജിച്ച ആ ഒരു പദവിയെ നമ്മൾ പലപ്പോഴും നീതിയുടെയും സത്യത്തിൻ്റെയും ഒക്കെ വക്താക്കളായി നമ്മൾ മാറേണ്ട സമയത്ത് ആ മൂല്യങ്ങളെയൊക്കെയും നമ്മൾ പലപ്പോഴും ഉപേക്ഷിച്ചുകൊണ്ടാണ് നമ്മളുടെ നിലനിൽപ്പിന് വേണ്ടി നമ്മൾ നിൽക്കുന്നത്. അതേസമയം സത്യത്തിനും നീതിക്കും വേണ്ടി നമ്മൾ ഉറച്ചു നിൽക്കുമ്പോൾ നമ്മൾ ഒറ്റപ്പെടും. തീർച്ചയായിട്ടും നമ്മൾ ഒറ്റപ്പെടുകയും നമ്മൾ സംഘർഷഭരിതമായി മാറുകയും ചെയ്യുന്നുണ്ട്. അതായത് ഒഴുക്കിനെതിരെ നീന്തുക എന്ന് പറഞ്ഞാൽ ഒഴുക്കിനൊപ്പം പോകുവാൻ എളുപ്പമാണ്. ഈ സമൂഹത്തിൽ മാറ്റങ്ങൾ വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട്, സമൂഹത്തെ നവീകരിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ഒഴുക്കിനെതിരെ നീന്തുമ്പോൾ തീർച്ചയായിട്ടും അതാത് കാലഘട്ടത്തിലെ പ്രതിലോമ ശക്തികൾ നമ്മളെ എപ്പോഴും ഒറ്റപ്പെടുത്തും. ആദ്യമായി ഒറ്റപ്പെടുത്തും. അവർ പല വിധത്തിൽ പിന്നെ നമുക്കെതിരെ പ്രതിരോധങ്ങൾ തീർത്തുകൊണ്ടിരിക്കും. അത് എല്ലാ ഒഴുക്കിനെതിരെ നീന്തിയിട്ടുള്ള എല്ലാ നമ്മുടെ മുൻകാല നവോത്ഥാന നായകന്മാരാണെങ്കിലും എഴുത്തുകാരാണെങ്കിലും അവരൊക്കെയും അനുഭവിച്ചിട്ടുള്ളതാണ്. ക്രിസ്തു പോലും അങ്ങനെ ഒഴുക്കിനെതിരെ അന്നത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കെതിരെ തൻ്റെ ആശയങ്ങൾ കൊണ്ട് സംവദിച്ചുകൊണ്ടാണ് അദ്ദേഹം
അതുകൊണ്ടാണ് അദ്ദേഹം ഒറ്റപ്പെട്ടു പോയത്, അതുകൊണ്ടാണ് അദ്ദേഹം വലിയൊരു വില കൊടുക്കേണ്ടി വന്നത്. അത് എൻ്റെ ഒരു രാഷ്ട്രീയപരമായി ഉള്ളൊരു ദർശനമാണ്. ഇപ്പോൾ മഹാകവി ടാഗോർ പറയുന്നില്ലേ, എക്ലെ ചെലോരെ, ഇങ്ങനെയുള്ള ദൗത്യത്തിൽ ഇറങ്ങിത്തിരിക്കുമ്പോൾ ആരെങ്കിലും നമ്മെ താങ്ങി നിർത്തും, അല്ലെങ്കിൽ നമ്മുടെ കൂടെ വരും, സപ്പോർട്ടുണ്ടാകും എന്ന് ആരും കരുതരുത്. അങ്ങനെ ലഭിച്ചുവെങ്കിൽ നന്ന്, പക്ഷേ ലഭിക്കുന്നില്ല എങ്കിൽ ഏകനായി മുൻപോട്ട് പോകുവാനുള്ള ധൈര്യവും ആത്മവിശ്വാസവും ഉണ്ടാകണം. എക്ലെ ചെലോരെ, വാക്ക് ഇറ്റ് എലോൺ എന്ന് ടാഗോർ പറയുന്നത് ഈ സമയത്ത് എൻ്റെ മനസ്സിൽ കടന്നു വരിക. ഇനിയും ഈ കൃതിയിൽ എൻ്റെ ശ്രദ്ധ ആകർഷിച്ച മറ്റൊരു ഭാഗം നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മൂല്യച്യുതിയെപ്പറ്റി, ധാർമ്മികമായ ഇടിവിനെപ്പറ്റി അനേക ഇടങ്ങളിൽ ഗ്രന്ഥകർത്താവിൻ്റെ ആ ഒരു ചിന്താഭാരം, അതിനെപ്പറ്റിയുള്ള ആ ഒരു ഉൾഭയം പ്രതിബിംബിക്കുന്നുണ്ട്. അതിൻ്റെ ഉദാഹരണമായിട്ട് ഒരു ഭാഗം വായിച്ചിട്ട് അതിനെപ്പറ്റി നമുക്ക് അല്പം ഒന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. അതിൻ്റെ 87-ാമത്തെ പേജിൽ നിന്ന് ഞാൻ വായിക്കാം. സ്വന്തം കാൽച്ചുവട്ടിലെ മണ്ണ് നീങ്ങിപ്പോകുന്നത് അറിയാതെ, അല്ലെങ്കിൽ അറിഞ്ഞിട്ടും അറിയാത്ത മാതിരി ചിന്തിക്കാനും പ്രവർത്തിക്കാനും സമൂഹം പഠിച്ചിരിക്കുന്നു. സ്വന്തം നേട്ടത്തിന് മാത്രം ജീവിക്കുന്നവരായി ഓരോരുത്തരും മാറിയിരിക്കുന്നു. സമൂഹത്തിന് മുഴുവൻ നഷ്ടമുണ്ടാക്കുന്ന സംഭവമാണെങ്കിൽ കൂടി അതിൽ തനിക്ക് നേട്ടമാണെങ്കിൽ അതിന് നേരെ കണ്ണടച്ച് കളയുന്ന തരത്തിൽ നേതാക്കന്മാരും വ്യക്തികളും അധപ്പതിച്ചിരിക്കുന്നു. ഇവിടെ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സ്വാർത്ഥത എന്ന് പറയുന്ന ഒരേ ഒരു ഗുണമേ ഇപ്പോൾ പൊതുരംഗത്ത് അവശേഷിക്കുന്നുള്ളൂ എന്നുള്ളതാണ്. ഇത് പല ചിന്തകന്മാരും, എനിക്കറിയാം ഈ റൂസോ, അദ്ദേഹത്തിൻ്റെ വളരെ സുപ്രധാനമായ പുസ്തകമാണ് എമിൽ എന്ന പുസ്തകം. അത് വിദ്യാഭ്യാസത്തെ പറ്റി വളരെയധികം ആഴത്തിൽ ചിന്തിച്ച് എഴുതിയൊരു പുസ്തകമാണ്. അദ്ദേഹം പറയുന്നത്, മനുഷ്യൻ എപ്പോൾ അവൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് അതീതമായി പൊതു താല്പര്യങ്ങൾക്ക് വില കൊടുക്കുവാൻ ചിന്തിക്കാതെ പോകുന്നുവോ ആ സമയത്തെല്ലാം അവൻ്റെ സമൂഹം അടിപറിഞ്ഞു പോകും എന്ന ഒരു ഇത്. അപ്പോൾ അത് തന്നെയാണ് ഇവിടെയും പ്രതിപാദിക്കുന്നത്. അപ്പോൾ ഈ ഒരു എനിക്കിതാണ് ചോദിക്കാനുള്ളത്. ഈ ധാർമ്മിക അധപ്പതനം സംഭവിക്കും നമുക്കെല്ലാം അറിയാം. എൻ്റെ പ്രത്യേകമായ കൗതുകം എവിടാൻ ചോദിച്ചാൽ, ഈ അധപ്പതനം സംഭവിക്കുന്നതിന് മതം ചെയ്യുന്ന സംഭാവനകൾ എന്താണ്? എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത് മൂല്യങ്ങളും സ്നേഹവും ഒക്കെയാണെങ്കിൽ പോലും ഇന്ന് പലപ്പോഴും മതം ചെയ്യുന്നത് രാഷ്ട്രീയ ലാഭവും സ്വാർത്ഥതയുമൊക്കെയാണ് അവർ ജനങ്ങളിലേക്ക് അറിഞ്ഞോ അറിയാതെയോ മതങ്ങൾ എത്തിക്കുന്നത്. അത് ക്രിസ്തീയ മതം ആണെങ്കിലും മറ്റ് പല മതങ്ങളും സ്വാർത്ഥമായിട്ട് ചിന്തിക്കുന്നു, സ്വാർത്ഥമായിട്ട് അവർ ഇടപെടുന്നു. ഇവിടെ ഈ കാൽച്ചോട്ടിലെ മണ്ണ് ഊർന്നു പോകുന്നതിനെപ്പറ്റി പറയുന്നത് പ്രകൃതി എന്ന് പറയുന്ന പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ്. ഈ നോവലിനെ സംബന്ധിച്ചിടത്തോളം നോവൽ വിവിധ മേഖലകളിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. നമ്മളൊരു 5 സ്റ്റാർ ഹോട്ടലിൽ ചെല്ലുമ്പോൾ വിവിധ തരത്തിലുള്ള രുചികരമാകുന്ന ഭക്ഷണങ്ങൾ അവിടെ ഉണ്ടാവും. പറഞ്ഞതുപോലെ അത്തരമൊരു വായന അനുഭവമാണ്. വിവിധ മേഖലകളിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. വിവിധ വഴികളിലൂടെ സഞ്ചരിച്ച് അതൊരു പ്രത്യേകമാകുന്ന സ്ഥലത്ത് എത്തിച്ചേരുന്ന ഒരു വിശാലമാകുന്ന കാഴ്ചപ്പാടിൽ എത്തിച്ചേരുന്ന ഒരു വായനാനുഭവം. വായിച്ച് കഴിയുമ്പോൾ ഒരു മനുഷ്യനെ നവീകരിക്കുവാൻ പറ്റുന്ന വിധത്തിലുള്ളൊരാശയ രൂപീകരണത്തിന് ഇടയാക്കുന്ന വിധം ആണ് നോവൽ. അപ്പോൾ ഇതിനകത്ത് പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നതിനെ പറ്റിയുണ്ട്. നമ്മളുടെ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതിന് പകരം പ്രകൃതിയെ ഇല്ലായ്മ ചെയ്യുന്ന താല്പര്യങ്ങളെപ്പറ്റി ഇതിനകത്ത് വിശദമായി ചർച്ച ചെയ്യും. നമ്മളീ കാണുന്ന പ്രകൃതിയൊക്കെയും നശിപ്പിച്ച് കളയുന്ന അവസ്ഥകളെപ്പറ്റി ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഞാൻ മതത്തെപ്പറ്റി പ്രത്യേകം ചോദിക്കാൻ കാര്യം, ഈ നോവലിൻ്റെ 103-ാമത്തെ പേജിൽ തിരിച്ചറിവ് എന്ന് പറയുന്ന ശീർഷകമുള്ള ചാപ്റ്റർ, അതാരംഭിക്കുന്ന എനിക്ക് തോന്നുന്നു ടാഗോറിൻ്റെ ഒരു പോയം ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
അതിന് ശേഷമുള്ള ആ ഒരു പാരഗ്രാഫ് ഞാൻ വായിക്കാൻ പോവുകയാണ്. അപ്പോൾ അതാകുമ്പോൾ അത് കുറച്ചുകൂടെ അതിനൊരു പശ്ചാത്തലം ശ്രോതാക്കൾക്ക് ലഭിക്കാൻ സാധിക്കും. വിശ്വമഹാകവിയുടെ മനോഹരമായ കാവ്യം. സ്വാമി വേദപ്രമാണൻ പുസ്തകം അടച്ചു വെച്ചു. ആധുനിക കാലത്ത് ഈ കാവ്യം ചർച്ച ചെയ്യാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? ആധുനികത എന്ന് നടിക്കുന്ന ഈ അസുരഘട്ടത്തിൽ പലതിനും ഉത്തരം നൽകാൻ പ്രാപ്തമായ അദ്ദേഹത്തിൻ്റെ വരികളെ നാം വിസ്മരിക്കുകയാണ്. വർഗീയമായ ചേരികൾ ശക്തി പ്രാപിക്കുകയും മതത്തിൻ്റെ പേരിൽ കൊലകൾ വർദ്ധിക്കുകയും ചെയ്യുന്നു. ആചാരങ്ങളിൽ മുങ്ങിത്താഴുന്നൊരു സമൂഹമായി ജനം അധപ്പതിക്കുന്നു. പലപ്പോഴും ആത്മീയ കേന്ദ്രങ്ങൾ ഉപജാപക കേന്ദ്രങ്ങളും മാഫിയ പ്രവർത്തനങ്ങളുടെ അജണ്ട നടപ്പാക്കുന്ന വെള്ളപൂശിയ കോർപ്പറേറ്റ് ആസ്ഥാനങ്ങളുമാകുന്നു. അധികാരത്തിന് വേണ്ടി അന്ധവിശ്വാസത്തെ വളർത്തുന്നു. ജനത്തെ ഇളക്കി കലാപങ്ങളെ പടർത്തി അഗ്നിപൂജ ചെയ്യാൻ ശ്രമിക്കുന്നവർ എന്തുകൊണ്ടാണ് ഗീതാഞ്ജലി വായിക്കുക? ടാഗോറിൻ്റെ ഗീതാഞ്ജലി. ഈ ഒരൊറ്റ പാരഗ്രാഫിൽ ഒരു ദിവസം ഇരുന്ന് ചർച്ച ചെയ്യാനുള്ള വിഷയങ്ങളുണ്ട്. അതും ഈ പുസ്തകത്തിൻ്റെ ഒരു സൗന്ദര്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അനേക കാര്യങ്ങൾ വളരെ കുറഞ്ഞ സ്പേസിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഉൾക്കൊള്ളിക്കുന്ന ഒരു സമീപനമാണ് ഗ്രന്ഥകർത്താവ് സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ മതപരമായ സാമൂഹ്യമായ അധപ്പതനം, ധാർമ്മികമായ അധപ്പതനം നാം അല്പം ഒന്ന് പരിഗണിച്ചു കഴിഞ്ഞു. ഇവിടുത്തെ പ്രധാനപ്പെട്ട ശ്രദ്ധ, ഗ്രന്ഥകർത്താവിൻ്റെ ശ്രദ്ധ, എൻ്റെ അജണ്ട അല്ല, മതപരമായ അധപ്പതനം, അതായത് ലോക യാഥാർത്ഥ്യങ്ങളോട് ബന്ധമില്ലാത്ത ഒരു എസ്കേപ്പിസ്റ്റ് റിലിജിയൻ. രണ്ടാമത്, അതിൽ പുരോഹിത വർഗം കൊണ്ടുവെക്കുന്ന ഈ ആചാരങ്ങളെ മാത്രം ശ്രദ്ധിക്കുകയും ആദർശങ്ങളെ തള്ളിക്കളയുകയും ചെയ്യുന്ന, അത് അസൗകര്യമായതുകൊണ്ട് അതിനിടം കൊടുക്കാത്ത ഒരു കാഴ്ചപ്പാട്. മൂന്നാമത്, അധികാരം ഉറപ്പിക്കുന്നതിന് വേണ്ടി അന്ധവിശ്വാസങ്ങളെ പ്രചരിപ്പിക്കുകയും അവയെ ആശ്രയിക്കുകയും ചെയ്യുക. ഇങ്ങനെ വളരെ പ്രബലമായ പല പ്രശ്നങ്ങളും ഇവിടെ ഉന്നയിക്കുന്നുണ്ട്. അതിനെപ്പറ്റി താങ്കളുടെ അഭിപ്രായം കുറച്ചുകൂടെ വ്യക്തമായി അറിയാൻ നമ്മുടെ സഹോദരന്മാർക്ക് താല്പര്യമുണ്ടാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് പ്രത്യേകമായി താങ്കളുടെ ശ്രദ്ധ ഞാനിതിലേക്ക് തിരിക്കാൻ ശ്രമിക്കുന്നത്. പൗരോഹിത്യം മിക്കവാറും ഭൂരിപക്ഷവും ക്രിസ്ത്യൻ മതങ്ങളിലടക്കം പൗരോഹിത്യം പലപ്പോഴും പുറംതിരിഞ്ഞാണ് നിൽക്കുന്നത്. യഥാർത്ഥത്തിലുള്ള മനുഷ്യത്തോട് പുറംതിരിഞ്ഞാണ് നിൽക്കുന്നത് പുരോഹിതരുടെ. നമുക്കറിയാം, ഇപ്പം ഗലീലിയോയുടെ കാര്യം ആലോചിക്കും. ഭൂമി ഉരുണ്ടതാണെന്ന് കണ്ടുപിടിച്ചപ്പോൾ കത്തോലിക്ക സഭ അദ്ദേഹത്തിനെ കൊന്നു, അതിദാരുണമായി കൊന്നു. അപ്പം മനുഷ്യൻ്റെ പല കണ്ടുപിടുത്തങ്ങളും പുരോഗതിയിലേക്കുള്ള യാത്രയുമൊക്കെയും മതങ്ങളെയാണ് അസ്വസ്ഥതപ്പെടുത്തുന്നത്. ഇപ്പം നമുക്കറിയാം, ആധുനിക സൗകര്യങ്ങളൊക്കെ പലപ്പോഴും എല്ലാവരും, എല്ലാ മതസമൂഹവും ഉപയോഗിക്കുമ്പോൾ തന്നെ മനുഷ്യനെ ആചാരങ്ങൾ കെട്ടിയിടാനാണ് മതങ്ങൾ ശ്രമിക്കുന്നത്. പ്രത്യേകിച്ച് ക്രിസ്ത്യൻ ക്രിസ്ത്യൻ സഭകളടക്കം. കത്തോലിക്ക സഭ ആണ് ക്രിസ്ത്യൻ മജോറിറ്റി ഉള്ളത്. അവരും കാലഹരണപ്പെട്ടതുമാകുന്ന നിയമങ്ങളെയും ആചാരങ്ങളെയും മുറുകെ പിടിച്ചുകൊണ്ട് മനുഷ്യനെ അസ്വാതന്ത്ര്യത്തിൻ്റെ തടവറയിലേക്ക്, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൗരോഹിത്യത്തെ ചോദ്യം ചെയ്യാൻ പാടില്ല എന്നുള്ള വിധത്തിൽ മനുഷ്യൻ്റെ ഒരു തടവറയിൽ ആക്കി നിർത്തുവാനാണ് അവരെപ്പോഴും ആഗ്രഹിക്കുന്നത്. കാലം ഇത്ര മുമ്പോട്ട് പോയി. നമ്മളിപ്പം എല്ലാവിധ AI വരെയുണ്ട്. ആധുനികമാകുന്ന കണ്ടുപിടുത്തങ്ങൾ, സാങ്കേതിക വിദ്യകളൊക്കെ ഉണ്ടായിട്ട് പോലും പൗരോഹിത്യത്തിനോട്, അത് ഏത് മതത്തിൻ്റെ ആണെങ്കിലും പൗരോഹിത്യത്തിനോട് സ്വതന്ത്രമായി കലഹിക്കുവാനായിട്ട് നമുക്ക് ഭയമാണ്. അത്രമാത്രം അത് മനുഷ്യനെ വലിഞ്ഞു മുറുക്കിയിരിക്കുക. അതുകൊണ്ട് പൗരോഹിത്യം എപ്പോഴും അപകടമാണ്. ഏത് മതത്തിൻ്റെ പൗരോഹിത്യമാണേലും അത് അപകടമാണ്. മനുഷ്യൻ അതിനെ കുടഞ്ഞെറിഞ്ഞുകൊണ്ട് സ്വതന്ത്രമായി ചിന്തിക്കുന്ന വിധം മനുഷ്യൻ ഔന്നത്യം പ്രാപിക്കേണ്ടിയിരിക്കുന്നു. അവിടെയാണ് യഥാർത്ഥത്തിലുള്ള മനുഷ്യനെ സ്നേഹിക്കാൻ നമുക്ക് പറ്റുന്നത്. ഇവിടെ വിശ്വമഹാകവി ടാഗോറിനെ നമ്മൾ മറന്നു കളഞ്ഞു. ആദ്യത്തെ നോബൽ സമ്മാനം നമുക്ക് കിട്ടിയ ടാഗോർ വഴിയാണ്. അദ്ദേഹത്തിനെ ഗാന്ധിജി ഗുരു എന്നാണ് സംബോധന ചെയ്തത്. അത് ഈ പുസ്തകത്തിന് വേണ്ടിയാണ്, ഗീതാഞ്ജലി. ഗീതാഞ്ജലി.
ഗീതാഞ്ജലിക്കാണ് അദ്ദേഹത്തിന് നോബൽ സമ്മാനം കിട്ടുന്നത്. ഗാന്ധിജി അദ്ദേഹത്തെ ഗുരു എന്നാണ് വിളിച്ചത്. അദ്ദേഹത്തിൻ്റെ പേരിലുള്ള പലതും, അദ്ദേഹത്തിൻ്റെ പേരിലുള്ള അദ്ദേഹം സ്ഥാപിച്ച ശാന്തിനികേതൻ സർവകലാശാല, അതൊക്കെയും അതിനെയും ഒക്കെയും നമ്മൾ അതിൻ്റെ ദർശനങ്ങളിൽ നിന്ന് മാറ്റി വിടുവാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ഇപ്പോൾ ടാഗോർ പലതിനും ഉത്തരമാണ് നമുക്ക്. ഇന്ന് വർത്തമാന കാലത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടതാണ്. എവിടെയാണ് ഇപ്പം ഒരു ചർച്ച് പണിയുമ്പോൾ 25 കോടി രൂപ മുടക്കി ഒരു ചർച്ച് പണിയുമ്പോൾ നാം ചിന്തിക്കണം, അവിടെ ദൈവമുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. അതാണോ യഥാർത്ഥത്തിൽ പൗരോഹിത്യം ചെയ്യേണ്ടത്? അതാണോ? അവിടെ സുബോധമുണ്ടോ എന്ന് ചിന്തിക്കണം. അവിടെ അവരുടെ വിവേകം എവിടെയാണ് പ്രവർത്തിക്കുന്നത്? 25 കോടി രൂപ മുടക്കി ഒരു ചർച്ച് പണിയുമ്പോൾ അവിടെ ദൈവം വസിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. ദൈവം വസിക്കുന്നത് ഗീതാഞ്ജലിക്കകത്ത് പറയുന്ന പോലെ തെരുവുകളിൽ കഷ്ടപ്പെടുന്നവരുടെ ഇടയിലും, വഴി നന്നാക്കുന്നവരിലും, പാറ പൊട്ടിക്കുന്നവരിലും ഒക്കെയാണ് ദൈവം, അവരുടെ കൂടെയാണ് വസിക്കുന്നത്. അതുകൊണ്ട് ദൈവം ഒരു കോൺക്രീറ്റ് ചുവരുകൾക്കുള്ളിലും ദൈവം വസിക്കുന്നില്ല എന്നുള്ളൊരു മഹത്തായ സത്യം ഗീതാഞ്ജലിക്കകത്തുണ്ട്. ഗീതാഞ്ജലിയിൽ നിന്നാണ് അധ്യായം തുടങ്ങുന്നത്. അപ്പം അത് വീണ്ടും ഒരു മതത്തിൻ്റെ വിചിന്തനം ചെയ്തുകൊണ്ട് അദ്ദേഹം പൗരോഹിത്യത്തിൻ്റെ എല്ലാ കെട്ടുപാടുകളും ഉപേക്ഷിച്ചുകൊണ്ട് അദ്ദേഹം തെരുവിലേക്ക്, കഷ്ടപ്പെടുന്ന ജനങ്ങളിലേക്ക്, ഡൽഹിയിലെ ഗലികളിലേക്കും ചേരികളിലേക്കും ഇറങ്ങി മനുഷ്യനെ രക്ഷിക്കുന്ന വലിയ സർഗാത്മകമാകുന്ന ദൈവികത അവിടെ നമുക്ക് ദർശിക്കാനായിട്ട് പറ്റും. ഇതിലുള്ള മറ്റൊരു എന്നെ വളരെയധികം ആകർഷിച്ച, താത്വികമായി, ദാർശനികമായി, ആത്മീയമായി ആകർഷിച്ച ഒരു കഥാപാത്രമാണ് ശ്യാം. അപ്പം ശ്യാമും എനിക്ക് തോന്നുന്നു ജീവനും ആയിട്ടുള്ളൊരു സംഭാഷണം എൻ്റെ 170 പേജിലുണ്ട്. അത് ഞാൻ ഇപ്പോൾ വായിച്ചിട്ട് അത് നമ്മുടെ ചർച്ചയ്ക്ക് ആധാരമാണ്. ശ്യാം വിദ്വേഷം മറന്ന് പരസ്പരം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും കരുതുകയും ചെയ്യുന്ന ലോകക്രമം പുതിയ ഒരു ദർശനമല്ല. കമ്മ്യൂണിസവും അത് തന്നെയാണ് പറയുന്നത്. ക്രിസ്തുവും ബുദ്ധനും ആത്യന്തികമായി പറഞ്ഞതും അത് തന്നെയാണ്. പക്ഷേ ഇതൊക്കെ ഉൾക്കൊള്ളാൻ മാത്രം ഔന്നത്യമുള്ള മനസ്സിൻ്റെ ഉടമകളാക്കി ജനത്തെ മാറ്റാൻ നമുക്ക് സാധിക്കുമോ? ഉത്തരം അതിനാണല്ലോ പുതിയ രീതി ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. ന്യൂ ട്രെൻഡ് ഓർക്കസ്ട്രയിലൂടെ ലക്ഷക്കണക്കിന് ജനങ്ങൾ തിങ്ങിക്കൂടുന്ന സംഗീത പ്രോഗ്രാമുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെയെല്ലാം സ്നേഹത്തെക്കുറിച്ച് മാത്രമാണ് പാടുന്നത്. സ്നേഹത്തിൽ അധിഷ്ഠിതമായൊരു ലോകക്രമം സൃഷ്ടിക്കാനും അതിൽ പങ്കാളികളാകാനും ജനങ്ങളോട് ആഹ്വാനം ചെയ്യുകയാണ്. ഓർക്കസ്ട്ര പുറത്തിറക്കുന്ന ആൽബം ചൂടൊപ്പം പോലെ വിറ്റു പോവുകയാണ്. യൂട്യൂബ് വഴിയും പാട്ടുകൾ പ്രചരിക്കുന്നുണ്ട്. IT യുഗത്തിൻ്റെ സാധ്യത മുഴുവൻ പ്രചാരണത്തിന് ഉപയോഗിക്കുന്നു. അപ്പോൾ ഇവിടെ ശ്യാമിൻ്റെ ഒരു ദൗത്യം എന്ന് പറഞ്ഞാൽ അത് യേശുവിൻ്റെ ദൗത്യത്തോട് സമാന്തരമാണ്. കാരണം മനുഷ്യരെ ലോകത്തെ ഇപ്പോൾ സൃഷ്ടിച്ചു വച്ചിരിക്കുന്നത് കയ്യൂക്കിൻ്റെയും പണക്കൊഴുപ്പിൻ്റെയും ഭൂരിപക്ഷം ആളുകളെ നിയന്ത്രിച്ച് ചൂഷണം ചെയ്യുന്ന ഒരു കാഴ്ചപ്പാടിലാണ് എങ്കിൽ യേശു പ്രദാനം ചെയ്ത ആത്മീയ ദർശനം ആ അടിസ്ഥാനം മാറ്റി സ്നേഹത്തിലേക്ക് മാറ്റി സ്ഥാപിക്കുക എന്നുള്ളതാണ്. ഞാൻ എൻ്റെ പണ്ടെഴുതിയൊരു പുസ്തകത്തിൽ പറയുന്നത്, ദ മിഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ് വാസ് ലിബറേറ്റ് പീപ്പിൾ ഫ്രം ദ ലവ് ഓഫ് പവർ ആൻഡ് ലീഡ് ദം ടു ദി പവർ ഓഫ് ലവ്. സ്നേഹത്തിൻ്റെ ബലം, സർഗാത്മകതയുടെ ബലം എത്ര വലുതാണ് എന്ന് ലോകത്തെ ഏറ്റവും അവിസ്മരണീയമായി ഉത്ബോധിപ്പിച്ച വ്യക്തിയാണ് യേശു. അപ്പോൾ അതേ മെസ്സേജ്, അതേ ദൂത് ഇവിടെ അവതരിപ്പിക്കപ്പെടുന്ന ശ്യാമിൽ കൂടെയാണ്. വാക്കിന് പകരം, പ്രസംഗത്തിന് പകരം സംഗീതമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൽ കൂടെ, ആ ഒരു സമീപനത്തിൽ കൂടെ ഒരു പുതിയ വ്യവസ്ഥിതിയുടെ പിറവി, ഇപ്പോഴുള്ള വ്യവസ്ഥിതിയുടെ കെടുതികളില്ലാത്ത, മനുഷ്യത്വത്തിന് ശ്വാസം മുട്ടാതെ നിന്ന് പ്രവർത്തിക്കുവാൻ, ശോഭിക്കുവാൻ കഴിയുന്ന ഒരു ബദൽ വ്യവസ്ഥിതി സ്വപ്നം കാണുന്ന വ്യക്തിയാണ് ശ്യാം. അതിന് തക്കതായ ഇടപെടലുകൾ ശ്യാമിൽ നിന്നുണ്ടാകുന്നുണ്ട്. പക്ഷെ അതൊരു യൂട്ടോപ്യൻ വിഷനല്ലേ. ഈ കാലത്ത് യൂട്ടോപ്യൻ വിഷനേക്കാൾ ഡിസ്റ്റോപ്പിക് വിഷൻ, നേരെ മറിച്ച് ഒന്നും സാധ്യമല്ല, എല്ലാം അഴുകിപ്പോകും, കള്ളന്മാർക്കും കൊള്ളക്കാർക്കും മാത്രമേ കസേരയുള്ളൂ എന്ന് പരക്കെ വിശ്വസിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ
ഇങ്ങനെയുള്ള ഒരു ദർശനത്തിന് അതിനെ സാധൂകരിക്കാൻ നമുക്ക് എങ്ങനെയാണ് കഴിയുക? ശ്യാമെന്ന കഥാപാത്രം ഒരു ബദലാകുകയാണ്. ഈ വർത്തമാനകാലത്തിൽ ഒരു വലിയ ദൗത്യം ഏറ്റെടുക്കുന്ന, ഒരു ബദലിനെ സൃഷ്ടിക്കുന്ന ഒരു കഥാപാത്രമാണ്. ഒരു സ്നേഹഗായകൻ എന്ന ഒരു പുതിയ രാഷ്ട്രീയത്തെ, സ്നേഹത്തിലൂടെ പുതിയൊരു ലോകക്രമത്തെ സൃഷ്ടിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ, അതിലെ ഒരു പ്രധാന വ്യക്തിയാണ് ശ്യാമെന്ന കഥാപാത്രം. അതൊരു ബദലാണ്. ഇന്ന് രാഷ്ട്രീയമാണെങ്കിലും മതമാണെങ്കിലും പരസ്പരം പോരടിക്കുമ്പോഴത്തേന് അവർക്ക് എന്താണ് ഒരു ബദൽ വെക്കുവാൻ പറ്റും? എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരാശയം എവിടെയാണ് എന്നുള്ള ചിന്ത, സത്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒക്കെ ഒരു പാതയിൽ പിന്തുടർന്നുകൊണ്ട് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു ബദലിനെ വെക്കുവാനാണ് അവിടെ ശ്യാമിലൂടെ ശ്രമിച്ചിരിക്കുന്നത്. ഇപ്പം സ്നേഹഗായകനാണ് കുമാരനാശാൻ. പക്ഷേ കുമാരനാശാൻ സ്നേഹഗായകനാണെങ്കിലും അദ്ദേഹം എല്ലാവരുടെയുമല്ല. അദ്ദേഹം എല്ലാവരുടെയുമാണെന്ന് പറയുന്നുണ്ടെങ്കിലും കുമാരനാശാൻ്റെ സ്നേഹഗാനങ്ങൾ എന്തുകൊണ്ടോ അതിന് പരിമിതികൾ സമൂഹം കൽപ്പിച്ച് വെച്ചിട്ടുണ്ട്. അദ്ദേഹമല്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ സ്നേഹഗാനങ്ങളെ മുഴുവൻ ജനങ്ങളിൽ എത്തിക്കുവാനായിട്ട് നമുക്ക് പറ്റുന്നില്ല. അതൊരു വർത്തമാനകാലത്തിൽ തന്നെയുള്ള അനുഭവമാണ്. അപ്പോഴാണ് നമുക്ക് ഇത് ഉട്ടോപ്പിയ ആണെങ്കിൽ പോലും അങ്ങനെ ചിന്തിക്കുവാൻ നമുക്ക് ഒരു പ്രത്യേക സന്തോഷം ഉണ്ട്. ഒരു ബദലിനെ, സ്നേഹഗായകൻ എന്ന ശ്യാമിലൂടെ ഒരു ബദലിനെ, അതിലൂടെ ഒരു ക്ഷേമരാഷ്ട്രത്തിൻ്റെ പൂർത്തീകരണം അല്ലെങ്കിൽ അത്തരം ഒരു അവസ്ഥ, തലയുയർത്തിപ്പിടിച്ച് എല്ലാവർക്കും ജീവിക്കാൻ പറ്റുന്ന, തലയുയർത്തിപ്പിടിച്ച് എല്ലാവർക്കും സ്നേഹത്തോടെ തോളൽ കൈയിട്ട് സമത്വത്തോടെയും സാഹോദര്യത്തോടെയും ഒന്നിച്ച് കഴിയുന്ന ഒരു നല്ല നാളുകൾ ഉണ്ടാകുവാനായിട്ടുള്ള ഒരു പ്രയത്നത്തിലാണ് ശ്യാം ഏർപ്പെട്ടിരിക്കുന്നത്. അതൊരു വലിയൊരു ചിന്തയാണ്. എല്ലാവരും അത് ഉൾക്കൊള്ളുകയാണെങ്കിൽ നമ്മുടെ ലോകം വളരെ സുന്ദരമാകും. അത് ഈ വായിക്കുന്ന ഓരോരുത്തരിലും അത്തരം ഒരു നന്മ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇത് വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്നൊരു ചെറിയ ചിന്ത, അതിൻ്റെ കണക്ഷൻ അത്ര വ്യക്തമല്ല എന്ന് തോന്നാമെങ്കിലും യേശു യെരുശലേം ദേവാലയം ശുദ്ധീകരിക്കുന്നു. അപ്പോൾ നിങ്ങളിത് കള്ളന്മാരുടെ ഗുഹയാക്കി മാറ്റിയിരിക്കുന്നു. എന്നാൽ ഈ കള്ളന്മാരുടെ ഗുഹയായി മാറ്റിയിരിക്കുന്ന സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ഇതിനെ ദൈവത്തിൻ്റെ ആലയമാക്കി മാറ്റാൻ സാധിക്കും എന്ന ഒരു പൂർണ്ണ സാഹസിക വിശ്വാസത്തിലാണ് ചാട്ടവാറെടുക്കുന്നത്. അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാട്, ഒരു സമീപനം ക്രിസ്ത്യാനിക്ക് എന്തുകൊണ്ട് പൂർണ്ണമായി നഷ്ടപ്പെട്ടു പോയി? നിലവിലിരിക്കുന്ന വ്യവസ്ഥയോട് പൊത്തൂരപ്പെട്ടു പോവുക മാത്രമാണ് കടമയെന്ന് ചിന്തിക്കുവാൻ ഇടയായി. ഏത് അനീതിയും അക്രമവും കണ്ണടച്ച് കണ്ടില്ല എന്ന വിധത്തിൽ നല്ല ശബരിക്കാരൻ്റെ ഉപമയിൽ പുരോഹിതൻ കണ്ണടച്ച് കടന്നു പോയതുപോലെ ആ ഒരു സമീപനം മാത്രമേ ആകേണ്ടതുള്ളൂ എന്ന് വിശ്വസിക്കത്തക്കവണ്ണം യേശുവിൻ്റെ മാതൃകയെ എത്രമാത്രം പൂർണ്ണമായി ഉപേക്ഷിച്ചു പോകുവാനിടയാകാൻ കാരണം എന്താണ്? പൗരോഹിത്യം ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ അതിന് എപ്പോഴും ഒരു പരിമിതിയുണ്ട്. പൗരോഹിത്യം എങ്ങനെയാണ് ഈ ക്രിസ്തുവിന് ശേഷം, നമ്മൾ അത് ബിബ്ലിക്കലായിട്ട് അല്പം ചിന്തിക്കുമ്പോഴത്തേന് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന സന്ദേഹങ്ങളായി, ക്രിസ്തുവിന് ശേഷം എങ്ങനെയാണ് പൗരോഹിത്യം? ക്രിസ്തു സഭ സ്ഥാപിച്ചിട്ടില്ലോ, ക്രിസ്തീയ സഭ ക്രിസ്തു സ്ഥാപിച്ചിട്ടില്ല. ക്രിസ്തുവിന് ശേഷം, മരണത്തിന് ശേഷം എങ്ങനെയാണ് പൗരോഹിത്യം അതിനുശേഷമുണ്ടായ സഭകളിൽ കടന്നുകൂടിയെന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കുകയും വായിക്കുകയും ചെയ്യുമ്പോൾ തോന്നാറുണ്ട്. കാരണം അവരുടേതായ ചട്ടക്കൂടിനുള്ളിൽ ജനത്തെ തളച്ചിടുന്നു, ജനത്തിൻ്റെ സ്വതന്ത്രമാകുന്ന ചിന്തകളെ അവർ തളച്ചിടുന്നു.
ക്രിസ്തുവിൻ്റെ ചിന്തകളെ പൂർണ്ണമായും പിൻപറ്റുവാൻ പലപ്പോഴും അവർ അനുവദിക്കാറില്ല. സഭയുടെ എല്ലാ സ്വത്തുക്കളും പൗരോഹിത്യത്തിൻ്റെ കൈകളിൽ മാത്രമാണ് ഇരിക്കുന്നത്. ഇതിനോട് അടക്കം തന്നെ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ അച്ഛനുമായിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്, അച്ഛനും അത്തരമൊരു തിരിച്ചറിവിൽ നിന്നുകൊണ്ട് പൗരോഹിത്യത്തെ, ആ ഒരു വിഷയം അച്ഛനും പൗരോഹിത്യത്തെ ഉപേക്ഷിച്ച ഒരാളാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അതെനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ സ്വതന്ത്രമാകുവാനും ആ സ്നേഹത്തിൻ്റെ, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിനെ പൂർണ്ണമായും ജനങ്ങളിൽ അറിയിക്കുവാനും വേണ്ടിയാണ്. പൗരോഹിത്യത്തിൻ്റെ തടവറ അല്ലെങ്കിൽ അത്തരം അടയാളങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് അച്ഛൻ മുൻപോട്ട് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പം അത് ഒരു തടസ്സമാണ്. ക്രിസ്തീയ സഭകൾ അവരുടെ ദർശനങ്ങളെ അല്ലെങ്കിൽ കാഴ്ചപ്പാടുകളെ പരിഷ്കരിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതെ. അപ്പോൾ ഇനിയും ഈ സെഷനിലെ അവസാനത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ, ശ്യാമിൽ സ്നേഹത്തിൻ്റെ വെളിച്ചമാണ് നാം കാണുന്നത് എങ്കിൽ, നോവൽ കുറച്ചുകൂടെ അങ്ങോട്ട് പോകുമ്പോൾ തോട്ടി കോളനി എന്ന് പറയുന്ന അധ്യായത്തിൽ നാം എത്തുന്നു. അവിടെ സ്നേഹത്തിൻ്റെ ജീർണത, സ്നേഹത്തെ പ്രാകൃത മനുഷ്യൻ്റെ കയ്യിൽ കിട്ടിയാൽ എന്തായിത്തീരും, അത് കാമാസക്തിയായി അധപ്പതിച്ചു പോകുന്നു. ആ ഒരു സാമൂഹ്യ യാഥാർത്ഥ്യത്തെ വളരെ ശക്തമേറിയ ഭാഷയിൽ വ്യക്തമായി ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത് ഞാൻ അല്പം ഒന്ന് വായിക്കാൻ പോവുകയാണ്. അതായത് സ്നേഹത്തെ ആളുകൾ ചങ്ങലയിട്ട് നിർത്തുന്നു, അവിടെ ചേരിതിരിവുണ്ട്. പക്ഷേ കാമത്തിൻ്റെ മുമ്പിൽ വരുമ്പോൾ അവിടെ യാതൊരു അണയുമില്ല, യാതൊരു ഭിത്തിയുമില്ല, യാതൊരു വേർതിരിവുമില്ല, എന്തുമാകാം എന്ന്. അപ്പോൾ നമുക്കത് വായിക്കാം. കാമാർത്തിക്ക് മുമ്പിൽ മാത്രം താഴ്ന്നവനെന്നോ ഉയർന്നവനെന്നോ തരംതിരിവുകളില്ലായിരുന്നു. ഇവിടെ ഈ തോട്ടിക്കോളനിയിലെ ഒരു ഭാഗമാണ് വായിക്കുക. ഇരുട്ടിൻ്റെ മറവിലും സ്വകാര്യ ഇടങ്ങളിലും ഒളിച്ചു ചെയ്ത ഇണചേരലുകൾ, ജാതി തിരിവുകൾ ഉണ്ടായിരുന്നില്ല. ഉയർന്ന ജാതിക്കാരനും അയിത്ത ജാതിക്കാരികളും ലൈംഗിക ബന്ധത്തിലേർപ്പെട്ടു. കാമം സമൂഹം നിലനിർത്തിയ സദാചാരത്തിൻ്റെ സകല പ്രമുഖങ്ങളെയും വലിച്ചു കീറിയെടുത്തു. തോട്ടിക്കോളനിയിലെ പ്രിയമതയ്ക്കും സതീദേവിക്കും അറിയാമായിരുന്നു പുരുഷൻ്റെ കാമാർത്തിക്ക് മുൻപിൽ ജാതിയോ അയിത്തമോ ഇല്ലെന്ന്. അവർ കോണാട്ട് പ്ലേസിലെ തെരുവുകളിലെ ഇരുട്ടുമൂടിയ ഗിളികളിൽ അറിയപ്പെടുന്നവരായി. അങ്ങനെ ജാതി വ്യവസ്ഥയ്ക്കെതിരെ തങ്ങളുടെ ശരീരം കൊണ്ടെങ്കിലും പൊരുതി അവർ കുറച്ചു നേരത്തേക്കെങ്കിലും അതിനെ ലംഘിച്ചു കൊണ്ടിരുന്നു. സാമൂഹ്യ ജാതി വ്യവസ്ഥിതിയെ ആസ്പദമാക്കി നിലനിർത്തിയിരുന്ന അനീതി നിറഞ്ഞ വിവേചനത്തെ മാത്രം എന്താണ് പറയുന്നത്, മേന്മയായി കണ്ട ഒരു സാമൂഹ്യ വ്യവസ്ഥിതിക്കെതിരെ ലൈംഗികത കൊണ്ട് അവരുടേതായ വിധത്തിൽ യുദ്ധം ചെയ്യുന്ന സ്ത്രീകളെപ്പറ്റി പരാമർശിച്ചു. അത് വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു ബഹുമാനം തോന്നി. അപ്പോൾ ആ സമയത്ത് ഇതിനോട് വളരെ വ്യത്യസ്തമായ മറ്റൊരു സാഹിത്യ അവസ്ഥ ദോസ്തോവസ്കിയുടെ ക്രൈം ആൻഡ് പനിഷ്മെൻറ്റ്, കുറ്റവും ശിക്ഷയും. അവിടെ സോണിയ എന്ന് പറയുന്നൊരു വേശ്യയുണ്ട്, പ്രോസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ കുറ്റം ചെയ്ത് 2 സ്ത്രീകളെ കൊന്ന റൊമാൻ റഷ്കോൾനിക്കോവ്, റഷ്കോൾനിക്കോവ്, അവൻ ഈ പാപഭാരവും കൊണ്ട് നടക്കുകയാണ്. പക്ഷെ ആ അവസ്ഥയിൽ അവന് ശുശ്രൂഷ ചെയ്യാൻ ഒരു പുരോഹിതനുമില്ല, ഒരു ബിഷപ്പുമില്ല. അവൻ ആകെപ്പാടെ വെളിച്ചമായി അവനോട് സഹകരിച്ച് അവനെ നേർവഴിയിൽ കൊണ്ടുവരുന്നത് ഒരു വേശ്യയാണ്. കേവലം 16 വയസ്സുള്ള ഒരു വേശ്യ. അവൾ വാസ്തവത്തിൽ ഒരു മാലാഖയാണ്. അത് ഡോസ്റ്റോവസ്കിയെ കൊണ്ട് മാത്രമേ അങ്ങനെ ഒരു ചിത്രീകരണം സാധ്യമാകുകയുള്ളൂ. അപ്പോൾ ആ ഒരു സംഭവം ഈ ഒരു സമൂഹത്തിൻ്റെ ഹിപ്പോക്രസി, മാന്യമായ കാര്യങ്ങൾക്ക് വരുമ്പോഴൊക്കെ ചേരിതിരിവ്, അയിത്തം. എന്നാൽ ഈ അധാർമികമായ പ്രവൃത്തി രാത്രിയുടെ മറയ്ക്കുള്ളിൽ ചെയ്യുമ്പോൾ യാതൊരു അയിത്തവുമില്ല, യാതൊരു ചേരിതിരിവുമില്ല, എന്തുമാകാം എന്നുള്ള ഈ ഒരു ഹിപ്പോക്രസി അത് ചിത്രീകരിച്ചതിൽ ഞാൻ താങ്കളെ അഭിനന്ദിക്കുന്നു. അതിനെപ്പറ്റി എന്തെങ്കിലും പരാമർശിക്കുന്നുണ്ടെങ്കിൽ അതും കൂടെ ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് ഈ ഭാഗം ഉപസംഹരിക്കാമെന്ന് വിചാരിക്കുകയാണ്. തീർച്ചയായും അത് ഒരു യാഥാർത്ഥ്യമായിട്ട് നമ്മുടെ കൺമുമ്പിലൊക്കെയുള്ള ഒരു കാര്യമാണ്. എന്നാൽ സിമ്പിളാണ്. യഥാസമയം അതിനെ ഒന്ന് ഗൗരവമായി അവതരിപ്പിക്കുവാൻ ആരും മുതിരാറില്ല. വ്യവസ്ഥിതികൾ
പലപ്പോഴും നമ്മൾ മേന്മ കൊള്ളുന്ന ചില വ്യവസ്ഥിതികൾ അങ്ങേയറ്റം മനുഷ്യവിരുദ്ധമാണ്. മനുഷ്യവിരുദ്ധമായിട്ടുള്ള ചില കാര്യങ്ങളെയാണ് നമ്മൾ മേന്മയുള്ളതെന്ന് നടിക്കുന്നത്. സമൂഹത്തിൻ്റെ ഒരു കുഴപ്പമാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മനുഷ്യൻ അതിൽ നിന്ന് മാറണം. അത്തരം യാഥാർത്ഥ്യങ്ങളെ, അത്തരം മനുഷ്യവിരുദ്ധതയെ നമ്മൾ ഉപേക്ഷിക്കുവാൻ തയ്യാറാകണം. ഇവിടെ ഡൽഹിയിലെ ചേരി തോട്ടിക്കോളനിയിൽ സതീദേവിയും ഉൾപ്പെടെയുള്ള കഥാപാത്രങ്ങൾ, സ്ത്രീ കഥാപാത്രങ്ങൾ, അവർക്കറിയാം അവർ തെരുവുകളിൽ അവരെ കാത്തു നിൽക്കുന്നവരുണ്ടെന്ന്. പക്ഷെ അവിടെ ആ തോട്ടിക്കോളനിയിലെ ജീവിക്കുന്ന അവരുടെ പല വ്യവസ്ഥകളും അവരെ അകറ്റി നിർത്തുമ്പോൾ പോലും പക്ഷേ ഈ സമൂഹത്തിൻ്റെ കാമാർത്തിക്ക് മുമ്പിൽ അവർ സ്വീകരിക്കപ്പെടുന്നവരാകുന്നു. ആ സമയം തന്നെ അവരെ അസ്പൃശ്യതയും ആ സ്വീകാരത്തിൽ അസ്പൃശ്യതയും നിരാകരിക്കലും ഒഴിവാക്കപ്പെടുകയും അവരവരുടെ ശരീരം കൊണ്ട് ആ വ്യവസ്ഥകൾക്കെതിരെ യുദ്ധം ചെയ്യുകയും ചെയ്യുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും. അത് ആ വ്യവസ്ഥിതികളെ വെല്ലുവിളിക്കുകയും അങ്ങേയറ്റം നിരാകരിക്കുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയായിട്ടാണ് അവരതിനെ കാണുന്നത്. നമുക്ക് ഇപ്പോൾ ഏതാണ്ട് 30 മിനിറ്റ് കഴിഞ്ഞതുകൊണ്ട് ഈ ചർച്ച തൽക്കാലം ഇവിടെ ഉപസംഹരിക്കാം. ബാക്കിയുള്ള ചില കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നതായിരിക്കും. ഇതിൽ സഹകരിക്കുന്ന എവരോടുമുള്ള ഞങ്ങളുടെ ഹൃദയംഗമായ നന്ദി അറിയിച്ചുകൊണ്ട് തൽക്കാലം വിരമിക്കുന്നു.